മുല്ലപ്പെരിയാർ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ജലബോംബ്. കേരളത്തെ ഞെട്ടിക്കുന്ന മുന്നറിയിപ്പുമായി ന്യൂയോർക്ക് ടൈംസ്. ലോകത്തെ ഏറ്റവും ആപത്കരമായ അണക്കെട്ടുകളിൽ കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടും ഉൾപ്പെടുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ന്യൂയോർക്ക് ടൈംസ് പത്രം ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 12,000-നടുത്ത് ജനങ്ങൾ മരിക്കുവാനും 10,000-ഓളം പേരെ കാണാതാകുവാനും കാരണമായ ലിബിയയിലെ അണക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നദികളുടെ നിലനിൽപ്പിനും നദീതട സമൂഹങ്ങളുടെ അവകാശത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ റിവേഴ്സ് എന്ന സംഘടനയുടെ ഡയറക്ടർമാരായ ജോഷ് ക്ലെമ്മും ഇസബെല്ല വിംഗ്ലറും ചേർന്ന് ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ലേഖനത്തിലാണ് ഇന്ത്യക്കും കേരളത്തിനും അടിയന്തര മുന്നറിയിപ്പ് നൽകുന്ന ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ചൈനയിലെയും അമേരിക്കയിലെയും കാലഹരണപ്പെട്ട അണക്കെട്ടുകളെക്കുറിച്ച് ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് മാത്രമാണ് പേരെടുത്ത് പറഞ്ഞ അതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് മുന്നറിയിപ്പ് നൽകുന്നത്. ലിബിയയിലേതിന് സമാനമായ ദുരന്തങ്ങൾ ലോകമെമ്പാടും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നിർമ്മിച്ച 28,000 വലിയ അണക്കെട്ടുകൾ ഇപ്പോൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലും ചൈനയിലുമാണ് ഏറ്റവും വലിയ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയെന്നും അവരുടെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നും ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള ഡാം അതീവ ദുർബല അവസ്ഥയിൽ ആയതിനാൽ എപ്പോൾ വേണമെങ്കിലും അതിന് കേടുപാടുകൾ സംഭവിക്കുകയോ അത് പൊട്ടിത്തകരുകയോ ചെയ്യാമെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നതെന്നും അത് തകർന്നാൽ 10,000-10,000-വുമല്ല 35 ലക്ഷം ആളുകളാണ് ഒറ്റയടിക്ക് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി പോവുകയെന്നും ന്യൂയോർക്ക് ടൈംസിലെ ലേഖനം കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. വെള്ളപ്പൊക്കം, വരൾച്ച, പ്രളയം തുടങ്ങിയ മോശം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളെ അവ ആദ്യമേ തന്നെ ബാധിക്കുവാനുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ്. ലിബിയയിലുണ്ടായ അണക്കെട്ട് ദുരന്തത്തെക്കുറിച്ച് അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ പലരും നൽകിയിരുന്നതാണ്. പക്ഷേ അവിടെയുള്ള അധികാരികൾ ആ മുന്നറിയിപ്പുകളെ ഗൗരവത്തിൽ എടുക്കുകയോ ശ്രദ്ധിക്കുകയോ വേണ്ട നടപടികൾ എടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ 10,000-കണക്കിന് ജനങ്ങളെ ഇല്ലായ്മ ചെയ്ത ലിബിയയിലെ ആ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. ആ ഗണത്തിൽ അതിനേക്കാൾ വലിയ ആൾനാശവും നഷ്ടങ്ങളും വരുത്തിവെക്കാൻ സാധ്യത കൂടുതലുള്ളവയാണ് ഇന്ത്യയിലെയും ചൈനയിലെയും ചില അണക്കെട്ടുകൾ. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് അവയിൽ തന്നെ ഏറ്റവും അപകട സാധ്യത നിലനിൽക്കുന്ന അണക്കെട്ടാണ് കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് തിരിച്ചറിയുക. അമേരിക്കയിലെ ഡാമുകൾക്ക് അവർ നൽകിയിരിക്കുന്ന ആയുസ് 65 വർഷം മാത്രമാണ്. ആ സാഹചര്യത്തിലാണ് 100-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും സംയോജിപ്പിച്ച് നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യാതെ ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നത്. അക്കാര്യത്തിൽ നിന്ന് തന്നെ അതിന്റെ ദുർബലാവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ. 1895-ൽ നിർമ്മിച്ച 176 അടി ഉയരവും 1200 അടി നീളവുമുള്ള ഈ അണക്കെട്ട് 999 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തിരിക്കുന്നു എന്നാണ് തമിഴ്നാടിന്റെ വാദം. ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ സ്ഥലത്താണെങ്കിലും അതിന്റെ നിയന്ത്രണം മുഴുവൻ തമിഴ്നാടിന്റെ കൈവശമാണ്. ഒരണക്കെട്ടിന്റെ പരമാവധി കാലാവധി 60 വർഷമാണെന്നിരിക്കെ 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവരുടെയും കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങളുടെയും ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന സത്യം ഇപ്പോൾ ലോകമാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അതിനാൽ കേരള സർക്കാർ എത്രയും പെട്ടെന്ന് തമിഴ്നാട് സർക്കാരുമായി സംസാരിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ട സത്വരമായ നടപടികളിലേക്ക് കടക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ 35 ലക്ഷം ആളുകളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന മഹാദുരന്തത്തിൽ അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തക്കവിധം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ക്രൈസ്തവ സഭകൾ അടക്കമുള്ളവരും രാഷ്ട്രീയ പാർട്ടികളും മുന്നിട്ടിറങ്ങട്ടെ.